ഞാനിപ്പോ ദുബായിൽ നിന്ന് മാസത്തിൽ 2 പ്രാവശ്യമാണ് വരുന്നത്. നമ്മുടെ പശുക്കളെല്ലാം തന്നെ A2 ആണ് എന്ന് വെച്ചാൽ 100%. ഇനിയിപ്പോ കുറച്ചും കൂടി ഫാമൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ആൾക്കാരെ കിട്ടുക, അവരെ ഏൽപ്പിച്ചിട്ട് എനിക്ക് തിരിച്ചു ദുബായിക്ക് തന്നെ പോകണം. നമുക്ക് ഇവിടെ 18 ഏക്കറാ ഉള്ളത്. കാലത്ത് അവരെ കറന്നു കഴിഞ്ഞാൽ തീറ്റ കൊടുത്തിട്ട് ഇങ്ങനെ അയച്ചിടും. അധികം പാലൊന്നും ഇല്ല. നമുക്കിപ്പോ 3 ലിറ്ററോ 2 ലിറ്ററോ അത്രയൊക്കെ ഉള്ളൂ. ശരി. കൂടാതെ ഇപ്പൊ ഈ സംഭവം കൂടി കൊടുത്താല് പിന്നെ കുറേ ഉള്ളൂ, കൂടില്ല. അതിൽ ഏറ്റവും നല്ല പാലായിരിക്കും. നമുക്ക് കുറച്ച് പാല് മതി, നല്ല പാല് വേണം. നമുക്ക് മൊത്തത്തിൽ എത്ര പശുക്കളുള്ള? എല്ലാം കൂടെ ഒരു 130 മേലെയുണ്ട്. 130 പശുക്കളിൽ പക്ഷേ നമുക്കൊരു 100 ലിറ്ററേ കിട്ടുന്നുള്ളൂ. ആദ്യം അങ്ങനെ ആയിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ 30 എണ്ണത്തിന് വേറൊരു ഫാമിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പിന്നെയും അത്രയും കൂടെ കിട്ടുന്നുണ്ട്. പാല് വേണമെങ്കിൽ 400 ലിറ്റർ ആക്കാൻ പറ്റും. പല്ലറ്റ് കൊടുത്താൽ മതി. പല്ലറ്റും ഈ മീനും യൂറിയയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊടുത്താൽ നമുക്ക് പാല് കൂട്ടി കിട്ടും. നമുക്ക് ആ പാല് കൂടുതലല്ല വേണ്ടത്, കുറച്ച് മതി. ലോകത്തിലെ ഏറ്റവും നല്ല പാലും പാലുൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ പശുക്കളൊക്കെ ഏറ്റവും ചുരുങ്ങിയത് 24 പ്രാവശ്യം പ്രസവിക്കും. അത് കഴിഞ്ഞാൽ അവരുടെ ചാണകവും ഗോമൂത്രവും എടുത്ത് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി അവരെ സംരക്ഷിച്ചു പോരും. ഇവിടെ എത്ര നേരം? രാവിലെ മാത്രമുള്ളത്? വൈകിട്ടുണ്ട്. വൈകുന്നേരം സമയത്ത് മണിക്കാ? വൈകുന്നേരം 3-3:30 അവർ തുടങ്ങും. മെഷീൻ കറവാണോ കൈക്കറവാണോ? എല്ലാം കൈക്കറവാണ്. നമ്മൾ കെമിക്കൽസ് ഒന്നും കൊടുക്കില്ല. അതുകൊണ്ട് പാല് കൂടുതൽ കിട്ടിയില്ലെങ്കിലും ആ ഒറിജിനൽ ബ്രീഡിനെ സംരക്ഷിച്ച് പോകുന്നല്ലേ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ മൂക്കുകയറല്ലോ ഒന്നിനും അല്ലേ? മൂക്കുകയർ ഇടാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ് നമുക്ക്. ദ്രോഹിച്ചിട്ടുള്ളതല്ല നമുക്ക് വേണ്ടത്. അവർ സന്തോഷത്തോടെ തരുന്നതാണ് നമ്മൾ